ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ നോമ്പ് പറഞ്ഞിട്ടുള്ളത് ദുബായിലെ ഖുറാൻ പാർക്കിൽ വെച്ചിട്ടാണ്. കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സത്യം പറയാലോ, നമുക്ക് മിസ്സാവെന്ന് വിചാരിച്ചതാണ്. കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടേനും അജ്മാനിന്ന് ദുബായിലേക്ക് കുറേ ദൂരം ഉണ്ടല്ലോ, 45 മിനിറ്റേനും കാണിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ട്രാഫിക് ബ്ലോക്കിലെല്ലാം കുടുങ്ങിയിട്ട് 6:20 അവിടെ എത്തുമ്പോഴത്തേക്ക് റൂമിൽ നിന്ന് നോമ്പ് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവർക്ക് എത്തിപ്പെടാനെല്ലാം പറ്റാത്തതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ല, അങ്ങ് നടക്കുന്നതിൻ്റെ പുറകെ അങ്ങ് പോലെ തന്നെ. കാരണം ഞാൻ മുന്നേ പ്ലാൻ ചെയ്തതാണ്, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, പിന്നെ തലേന്ന് ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കണം 2 സ്നാക്ക്, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ പറ്റിയിട്ടില്ല. പുലർച്ചക്കാണ് ഞാൻ ചിക്കനും മീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ മൈൻഡിൽ അങ്ങനെയെല്ലാം ഉണ്ടാക്കാം, ഇത്ര ടൈം കൊണ്ട് ആക്കാമെന്നെല്ലാം വിചാരിക്കും. പക്ഷേ നമ്മൾ റിയാലിറ്റിയിൽ ആക്കുന്ന ടൈമിന് അതൊന്നും നടക്കില്ല, വേഗം ടൈം പോകും. എത്ര പെട്ടെന്നാണെന്നറിയോ അസർ കഴിഞ്ഞിട്ട് സമയം പോകുന്നത്. പുലർച്ചക്ക് ഇറച്ചിയും മീനെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി. പിന്നെ ലേറ്റായി പോയി. വന്ന് നോക്കുമ്പോൾ തന്നെ എല്ലാം കട്ടിയായിട്ടുള്ളത്. പിന്നെ അത് പോക്കാൻ തന്നെ കുറച്ച് ടൈം എടുത്തു. പിന്നെ ഉള്ളീൻ്റെ പരിപാടിയെല്ലാം നോക്കി. ഉള്ളിയാണെങ്കിൽ ഇറച്ചിക്കറിക്കും പിന്നെ മുട്ട മസാലക്കും നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ മറ്റുള്ള ചിക്കൻ മസാലക്കെല്ലാം ചോപ്പറിലാണ് കട്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. അതിന് തന്നെ കുറേ ടൈം എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെയും നിൽക്കില്ല, ഓട്ടപ്പാച്ചിലേനും. ആദ്യം തന്നെ ഇറച്ചിക്കറി ഉണ്ടാക്കി കുഞ്ഞിപ്പത്തിൽ ഉരുട്ടി. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മുട്ട പപ്സിൻ്റെ മസാല തയ്യാറാക്കലാണ്. ഈ ഒരു മുട്ട പപ്സിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ മുന്നേ റമദാൻ സീരീസ് 70 ഇട്ടതാണ്. അത് നോക്കാത്തവരുണ്ടെ നോക്കിയാൽ മതി. ഐ ബട്ടണിൽ ഞാനിടാം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒരു ഭാഗത്ത് കൊഞ്ചം പൊരിക്കാൻ ഇട്ടു, അതായത് ചെമ്മീന്. പിന്നെ കുഞ്ഞിപ്പത്തിൻ്റെ ലാസ്റ്റത്തെ പരിപാടിയിലേക്ക് കടന്നു. അതിൽ ചെറിയുള്ളിയും വറ്റൽ മുളകും ഞാൻ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് തേങ്ങയും കുഞ്ഞിപ്പത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഇതിൽ മുന്നത്തെ സീരീസിൽ ഇട്ടിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ ഐ ബട്ടണിലായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാം കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. കുഞ്ഞിപ്പത്തിൽ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. എന്ത് പരിപാടിക്കും കുഞ്ഞിപ്പത്തിൽ മസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് മക്കൾസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എരിവാണെങ്കിലും അവർ കഴിക്കും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ചൂടാലെയാണ് കേട്ടോ ഏത് ഫുഡും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ കപ്സ ഉണ്ടാക്കലാണ്. ചിക്കൻ കപ്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. കാരണം അത് ഇതുവരെ ഇട്ടിട്ടില്ല. അത് ഞാൻ 4 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. വൈറ്റ് ബസ്മതി അരിയാണ്. ഞാനിതിൽ മുന്നേ ഒരു നോമ്പ് വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാ റെസിപ്പീസും ആ ടൈമിന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇത് അടിപൊളിയാണ്. പെരുന്നാക്കെല്ലാം മസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എപ്പോഴും ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നതിന് ബദൽ ഇത് ഉണ്ടാക്കിയാൽ മതി. അരി ആദ്യം തന്നെ എടുത്തിട്ട് കഴുകിയിട്ടാണ് കുതിർത്ത് വെക്കേണ്ടത്. അല്ലാണ്ട് കുതിർത്ത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ അരി പൊട്ടിപ്പോവും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ. ബസ്മതി അരി എടുക്കുന്ന സമയത്ത് കഴുകിയിട്ടാണ് കുതിർത്ത് വെക്കേണ്ടത്. അരമണിക്കൂർ വെച്ചാൽ മതി കേട്ടാ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പട്ട, കറാമ്പ്, ഏലക്കായി, പിന്നെ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. അതുപോലെ അടുത്തതായിട്ട് എടുക്കുന്നത് 3 വലിയ തക്കാളിയാണ്. ഇത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ മുന്നത്തെ നോമ്പ് തുറക്ക് ഞാൻ നോമ്പെല്ലാം തുറന്നിട്ടാണ് കപ്സ ഉണ്ടാക്കി എടുക്കുന്നത്. കപ്സ വേഗം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത് മാത്രമല്ല ചൂടാല നല്ല പറ്റുന്ന തരത്തിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ പ്രാവശ്യം ഡൗട്ടാണ്, കാരണം വെച്ചാൽ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്, പുറത്ത് പോകുന്നതല്ലേ. അങ്ങനെ തക്കാളികളെല്ലാം നല്ല രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് ചിക്കനാണ്. ചിക്കൻ ഞാൻ 1.5 കിലോന് എടുത്തിട്ടുണ്ട്. ചിക്കൻ വാങ്ങുന്ന സമയത്ത് മീഡിയം കട്ടിങ് എന്നേനും പറഞ്ഞത്, പക്ഷേ കറി പീസായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. ചിക്കനെല്ലാം ഞാൻ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ചോറ് വെക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചെമ്പ് എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റാണ് കേട്ടോ. ഇതിലും കൂടുതൽ 2.5 കിലോ ചോറ് വെക്കാം. ഒരു 4 കപ്പ് എന്ന് വെച്ചാൽ 1 കിലോനാണ്. ബസ്മതി അരി നല്ലോണം ഉണ്ടാവും, നമ്മളെ ജീരകശാല നെയ്ച്ചോറിൻ്റെ അരി പോലെയല്ല. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പട്ട, കറാമ്പ്, ഏലക്കായി, പിന്നെ കറാമ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ നല്ല ജീരകവും ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വേഗം വാടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടി പോവണ്ട. എന്നിട്ട് അധിക നേരമൊന്നും വാട്ടണമെന്നില്ല. വേഗം മസാലപ്പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുന്ന പോലെയല്ല, കളർ ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല. എരിവുള്ളതും എരിവില്ലാത്ത മുളകും കൂടി മിക്സാക്കി എടുത്തതാണ്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വറുത്ത മല്ലിപ്പൊടിയാണ്. ഇതെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാണ്. തീരുമ്പം പിന്നെ കൊടുത്തേക്കും ചെയ്യട്ടാ. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് അരച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതിനോട് മെയിനായിട്ട് കുറച്ച് മസാലപ്പൊടികളും വിട്ടുപോയിട്ടുണ്ട്, അത് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബോക്സിൽ 2 ഉണ്ടാവും, 2 ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കപ്സക്കും മജ്ബൂസിനും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. കാരണം ഒരു ക്യൂബായിട്ടാണല്ലോ ഉണ്ടാവുക. പിന്നെ മാത്രമല്ല ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ അളവ് ഉണ്ടാവും. അതുകൊണ്ട് ഉപ്പെല്ലാം കുറേ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഞാൻ അരി അളന്ന മഗ്ഗുണ്ട്, അതിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചിക്കൻ ഇതിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതുപോലെ നേരത്തെ വാട്ടുന്ന സമയത്ത് വിട്ടുപോയതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല
മസാലയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പിന്നെ മണിക്കുരുമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേവിച്ച് വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും വെക്കണ്ട, കാരണം ചിക്കന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയും കൂടിയും ചെയ്യേണ്ടതാണ്. അങ്ങനെ അതവിടെ വേവുന്ന ടൈമിന് ഞാൻ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുവാണ്. സ്വിസ് റോൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെതും ഞാൻ മുന്നേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി കേട്ടോ. റമദാൻ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, മസ്റ്റായിട്ട് കാണണേ. പിന്നെ അതിൻ്റെ കൂടെ ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. കട്ട്ലേറ്റിൻ്റെ പോലത്തെ മസാലയാണ്. ഇപ്രാവശ്യം വലിയ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഈ ഒരു മസാല നടുവിൽ ഞാൻ മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചീസായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേങ്കിൽ നമ്മൾ കുറേ ടൈം കഴിഞ്ഞിട്ട് എടുക്കുന്നതുകൊണ്ട് അത് ഒന്നും നമുക്ക് വെലിഞ്ഞൊന്നും കിട്ടിയിട്ടില്ല. ചൂടാല കഴിക്കുമ്പോഴാണ് അങ്ങനെ കിട്ടുക. പിന്നെ ഇതും ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടതാ, പറ്റിയിട്ടില്ല. ലാസ്റ്റ് മൈദ ബാറ്ററിൽ ഞാൻ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 10-17 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ടൈമില്ലാത്തതുകൊണ്ട് ആ ഒരു റിസ്കിന് നിൽക്കുന്നില്ല. അതിൻ്റെ ടൈമിന് നമുക്ക് ചിക്കന് വെന്തിട്ടുണ്ട്. ചിക്കൻ എന്നിട്ട് ഞാൻ എടുത്തിങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കന് കണ്ട വെന്തടിയൊന്നും ചെയ്യാണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കാരണം ലാസ്റ്റ് ഒരു ഫ്രൈ ചെയ്യുന്ന രൂപത്തിലായിട്ടാണ് നമുക്ക് ചിക്കൻ ഉണ്ടാവും. ഇതുപോലെയല്ല, ഗ്രേവി അത്യാവശ്യം നല്ല കളറിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ ഒരു പെരുന്നാളിന് തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ മയോണീസും പിന്നെ തക്കാളി ചട്നിയിൽ അതും കൂടി ഉണ്ടാക്കിയാൽ സൂപ്പർ ആയിരിക്കും. എനിക്ക് ഉണ്ടാക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ചോറ് വെക്കുന്ന ടൈമിന് നമുക്ക് കറക്റ്റ് അളവ് മനസ്സിലാകണം. അല്ലെങ്കിൽ ചോറ് വേവ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ വരും. അതുകൊണ്ട് തന്നെ നേരത്തെ അളന്ന ആ ഒരു മഗ്ഗിൽ ഞാൻ വെള്ളം എടുക്കുന്നുണ്ട്. അതായത് ഗ്രേവി ഒരു മഗ്ഗിന് 1.5 വെള്ളമാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ഒരു കറക്റ്റ് ഈ വെള്ളം ഇതിലുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടി ഇതിൽ കാണുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. 1/2 കപ്പും കൂടിയും കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ കറക്റ്റാണ്. കുറച്ച് വെള്ളം മാത്രം മതി. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള റേഷ്യോയിലാണ് ഇതും വേണ്ടത്. കാരണം ഇത് ഞാൻ കുറച്ച് നേരം പുതിർത്തി വെച്ചിട്ടില്ലേ, അതുകൊണ്ട് കറക്റ്റാണ്. ഇതിൽ മുന്നേ ഞാൻ ഉണ്ടാക്കിയതും അങ്ങനെ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഉണക്ക് ചെറുനാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് തിളക്കുന്ന സമയത്ത് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മക്കൾസിലെല്ലാം മെയിനായിട്ട് ബസ്മതി അരി വേണ്ടി ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടം. ഫ്രൈഡ് റൈസ് എന്ന് വെച്ചാൽ പച്ചക്കറി മാത്രം ഇടും, മുട്ട ഇട്ട് കൊടുക്കും. അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുന്നുണ്ട്. ചോറ് വെന്തോളം. ആ ഒരു ടൈം കൊണ്ട് ചിക്കനിൽ മസാല നിറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടി പോവണ്ട. ഉപ്പിൻ്റെ അളവ് പാകത്തിന് പറയും, കാരണം ഓരോരുത്തർ ഉണ്ടാക്കുന്ന അളവ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉപ്പിൻ്റെ അളവ് പാകത്തിന് എന്ന് പറയുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. വെള്ളം കുറച്ചേ വേണ്ടുള്ളൂ. എന്നിട്ട് ഞാനിത് നെയ്യിലിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം സമയം കുറേയായി, 4:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നിനും ടൈമില്ല. അപ്പോഴത്തേക്ക് മക്കളെല്ലാം കുളിച്ച് ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. 5 മണിക്ക് അവിടെ എത്തണം എന്ന് പറഞ്ഞതാണ്. കാരണം വൈകുന്നേരം നല്ലോണം ട്രാഫിക് ബ്ലോക്കെല്ലാം ഉണ്ടാവും. പിന്നെ അവിടെ എത്തേനെ ലേറ്റ് ആവും. നമ്മൾ ആൾക്കാരെ ക്ഷണിച്ചിട്ട് നമ്മൾ ലേറ്റ് ആവുമെന്ന് വെച്ചാൽ അത് ഭയങ്കര മോശമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് ലേറ്റ് ആവാണ്ട് എത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്ക് അവിടെ അടുത്താണ്. അതുകൊണ്ട് ഓരെല്ലാം അവിടെ നേരത്തെ തന്നെ എത്തിക്കോളും. പിന്നെ മെയിനായിട്ട് ജ്യൂസ് ഹസ്ബൻഡ് അടിച്ചിട്ടുണ്ട്. പൊമഗ്രാനൈറ്റ് ജ്യൂസാണ് അത് അടിച്ചിട്ടുണ്ട്. ബട്ടറിന് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കിട്ടിയിട്ടില്ല. അങ്ങനെ ചിക്കൻ എല്ലാം പൊരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ ഒരു സ്പൈസി മസാലയാണ്. ഇനി ഇത് ആ ടൈമിന് തണിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമെന്നും അറിയില്ല. ഇനി നമുക്ക് ചോറ് വെന്തുക്കോ നോക്കാം. ചോറ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട നേരത്തെ കാണും പോലെയല്ല, ചോറ് കുറേ പെരുകി വന്നിട്ടില്ല. ആ ഒരു 4 കപ്പിന് ഇത്രയോ ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് വേവേനുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിക്കനെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇനി ഇളക്കുന്നൊന്നുമില്ല. ചിക്കനെല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കഴിഞ്ഞ വർഷം നോമ്പിനാണ്. അത് കണ്ണൂർ കിച്ചണ് കണ്ടിട്ടേനു. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവേശം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. കണ്ണൂർ കിച്ചൻ്റെയാണ് ഞാൻ പെരി പെരി മന്തിയെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലെല്ലാം നോക്കിയിട്ടെല്ലാം ആദ്യം ഉണ്ടാക്കലേനും. അതുപോലെ ഫജിത്ത റൈസ് ഉണ്ട് ചിക്കൻ, അതും സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേനും. ഈ ഒരു ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഞാൻ മല്ലിയില കുറേ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം 2 കളറുള്ളതുകൊണ്ട് അതും ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം അതും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടും. ഒന്നും കൂടി വിട്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ അരമുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ തൊട്ട് മുന്നേത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കിയതാണ്. ഇതിൽ പുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നേരെ വിട്ടു. നമ്മൾ 5 രൂപയാണ് പുറപ്പെട്ടത്. 45 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് ലൊക്കേഷൻ ഇങ്ങ് ഇട്ടാന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലൊക്കേഷനെ നോക്കിയപ്പം അതും നമ്മൾ ചതിച്ചിട്ടുണ്ട്. കുറച്ച് എടലോന കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളവിടെ എത്തിയിട്ടാ. ഗേറ്റ് നമ്പർ 1ലാണ്
എടുക്കാനുള്ളത്. ഇതെല്ലാം പാക്ക് ചെയ്യുന്നൊന്നും വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, തിരക്കായി പോയിക്ക്. ഫസ്റ്റ് തന്നെ മക്കൾ അതെല്ലാം എടുത്തിട്ട് വണ്ടിയിലിട്ടിട്ടുണ്ടേനും. പിന്നെ നേരെ ഓട്ടപ്പാച്ചിലായിക്ക്. 6:24 ബാങ്ക് കൊടുക്കും, 6:20 ആയിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജ്യൂസ് 3 ബോട്ടിലായിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അതിൽ പുറത്ത് പോയിട്ടുണ്ട്, അതൊരു തെർമോക്കോൾ ബോക്സിലാക്കിയിട്ടല്ലേനോ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവള് മുട്ട സിർക്കയും അതുപോലെ ചിക്കൻ കൊണ്ടാട്ടവും പുഡിങ്, ബട്ടർ പുഡിങ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കായ്പോള, അതുപോലെ ചിക്കൻ ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് മുറിച്ച് വെച്ചിട്ടുണ്ട്, ഈത്തപ്പയ ഉണ്ട്. കുടിക്കാൻ മുഹബത്തക്ക സർബത്താന്ന് തോന്നുന്നത് അവരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെമ്മീൻ കൽമാസ് മാത്രം ഉണ്ടാക്കിയിട്ടില്ല, അതവിടെ പൊരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പത്തിരി, ചിക്കൻ കബ്സ, മുട്ട പപ്സ്, ചിക്കൻ സ്വിറ്റ്സ് റോള്, പിന്നെ പൊമഗ്രാനൈറ്റ് ജ്യൂസ്, ഇത്രയാണ് നമ്മളും കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നല്ലൊരു കാലാവസ്ഥയാണ്, കാറ്റൊന്നും ഇല്ലേനു. അതുകൊണ്ട് തന്നെ മക്കൾക്കും കളിക്കാനെല്ലാം പറ്റിയിട്ടുണ്ട്. അവർ കുറേ ആയി പുറത്തൊന്നും പോവാത്തത്. പാർക്കിൽ കഴിഞ്ഞ നോമ്പവർക്ക് ഷാർജലോ അജ്മലോ എന്നറിയില്ല, ഒരു യൂണിവേഴ്സിറ്റി പാർക്കാണ്. അവിടെ നിന്ന് നോമ്പ് പറഞ്ഞിട്ട് വേഗം പോന്നു, കാരണം നല്ല തണുപ്പും കാറ്റെല്ലാം ഉണ്ടായിട്ടുണ്ടേനും. ഇവിടെ ഇവർ ആണുങ്ങന്മാർ നോമ്പെല്ലാം തുറന്ന് തറാവിയെല്ലാം കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടുള്ളത്. സ്നാക്സ് മാത്രമാണ് നോമ്പർക്കുമ്പം കഴിച്ചിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു ഖുർആൻ പാർക്ക് എന്ന് വെച്ചാൽ എപ്പോൾ നമുക്കിതിൻ്റെ ഖുർആൻ വചനങ്ങളും ഇവിടുന്ന് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ മിറാക്കൽ കേവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം ഖുർആൻ്റെ ചരിത്രങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനെല്ലാം പറ്റും. അത് ഞാൻ ഇതിൽ മുന്നേ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടേനും. റമദാൻ സീരീസ് 1 മുതൽ ഇതുവരെയുള്ള റമദാൻ റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റിലുണ്ട്, അതിൽ നോക്കിയാൽ മതി കേട്ടാ. ഇനിയും നോമ്പ് അത്രയേ ഉള്ളൂ, കയ്യേനായി. ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.